أعوذ بالله من الشيطان الرجيم وإسماعيل وإدريس وذا الكفل كل من الصابرين وأدخلناهم في رحمتنا إنهم من الصالحين وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك أن لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. സൂറത്തുൽ അംബിയ 85 മുതൽ 88 വരെയുള്ള ആയത്തുകളാണ്. ഇസ്മായിൽ, ഇദ്രീസ്, ദുൽകിഫിൽ എന്നിവരൊക്കെ ക്ഷമാശീലരായിരുന്നു. അവരെ നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു. അവരൊക്കെയും സജ്ജനങ്ങളിൽപ്പെട്ടവരായിരുന്നു. ആ മത്സ്യക്കാരനെയും നാം അനുഗ്രഹിച്ചു. അദ്ദേഹം കോപിഷ്ഠനായി ആ നാടുപേക്ഷിച്ചു പോയപ്പോൾ നാം അദ്ദേഹത്തെ പിടികൂടുകയില്ല എന്ന് ധരിച്ചു വശായി. ആ അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വിലപിച്ചു, അല്ലാഹുവേ, നീ അല്ലാതെ മറ്റൊരു ഇലാഹും മറ്റൊരു ആരാധ്യനും ഇല്ല തന്നെ. നീ എത്രയോ പരിശുദ്ധനാണ്. ഞാൻ അക്രമികളിൽ പെട്ടുപോയല്ലോ. തദവസരത്തിൽ നാം പ്രത്യുത്തരം നൽകി അദ്ദേഹത്തെ ആ സങ്കടക്കടലിൽ നിന്നും രക്ഷപ്പെടുത്തി. ഇപ്രകാരം നാം സത്യവിശ്വാസികളെ രക്ഷിക്കുന്നു. ക്ഷമയും സഹനവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച പ്രവാചകന്മാരിൽപ്പെട്ടവരാണ് ഇവിടെ പറയപ്പെട്ട ഇസ്മായിൽ, ഇദ്രീസ്, ദുൽകിഫിൽ തുടങ്ങിയവരൊക്കെ. പ്രവാചകന്മാർ പൊതുവെ ക്ഷമാശീലരാണ്, സഹനശീലരാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഗുണപാഠമായിട്ട് ഈ 2-3 പേരുടെ ചരിത്രം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇസ്മായിൽ നബി അദ്ദേഹത്തിൻ്റെ പിതാവായ ഇബ്രാഹീമിനോട് തൻ്റെ വത്സലനിധിയായ ആ കുഞ്ഞു മകനെ ബലിയർപ്പിക്കണമെന്ന് ഒരു സ്വപ്നദർശനത്തിലൂടെ അള്ളാഹു കൽപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്ന ഇബ്രാഹിം ഈ വിവരം കുഞ്ഞുമകൻ ഇസ്മായിലിനെ ധരിപ്പിച്ചപ്പോൾ യാതൊരു ശങ്കയും ഭീതിയും കൂടാതെ തന്നെ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന അക്ഷരം പ്രതി നടപ്പാക്കുവാൻ പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസവും അവൻ്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ത്വരയും ആണ് തൻ്റെ സ്വജീവൻ പോലും ബലിയർപ്പിക്കാൻ ഇസ്മായിലിനെ പ്രേരിപ്പിച്ചത്. ഇസ്മായിലിനെ പോലെ തന്നെ തികഞ്ഞ ക്ഷമയും ആത്മാർത്ഥതയും സ്വജീവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധരായ മറ്റ് 2 പ്രവാചകന്മാരായിരുന്നു ഇദ്രീസും ദുൽകിഫിലും ഒക്കെ. അവരുടെ ചരിത്രം ഖുർആനിൽ അങ്ങനെ വിശദമായിട്ട് പറയുന്നില്ല. തുടർന്ന് പറയുന്നത് ദന്നൂൻ അഥവാ മത്സ്യക്കാരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യൂനുസ് നബിയെക്കുറിച്ചാണ്. സാഹിബുൽ ഹൗത്ത്, ദുന്നൂൻ തുടങ്ങിയ പേരുകളിലൊക്കെ ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ബൈബിളിൽ ഇദ്ദേഹത്തെ യോന എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് ഇന്നത്തെ ഇറാഖിലെ മൂസിൽ പ്രദേശത്തിൽപ്പെട്ട കൻആൻ എന്ന നാട്ടിലാണ്. അപ്പോൾ ആ പ്രദേശത്തുകാർ ബിംബാരാധകരായിരുന്നു, ബഹുദൈവവിശ്വാസികളായിരുന്നു. ഒരു നീണ്ടകാലം അദ്ദേഹം ആ ജനങ്ങളെ ഏകദൈവവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആരും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല, 1-2 പേരൊഴികെ. അപ്പോൾ അതിൽ കോപിഷ്ഠനായ അദ്ദേഹം
അള്ളാഹുവിൻ്റെ അനുമതിയൊന്നും കൂടാതെ ആ രാജ്യം വിട്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കപ്പലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ കടൽ ശക്തിയായ തിരമാലകൾക്കും കൊടുങ്കാറ്റിനും ഇടയിൽപ്പെട്ടു. കപ്പലിൻ്റെ ഭാരം കുറക്കാൻ വേണ്ടി അതിലെ ചരക്കുകളൊക്കെ കപ്പലിലെ ജോലിക്കാർ വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ടും വലിയ മാറ്റമില്ലാതായതോടെ കുറച്ച് ആളുകളെയും കടലിലേക്ക് എറിയാൻ നിർബന്ധിതരായി. കൂട്ടത്തിൽ ഈ പറഞ്ഞ യൂനുസ് എന്ന പ്രവാചകനും അകപ്പെട്ടു. കടലിലേക്ക് വീണ ഉടനെ ഒരു തിമിംഗലം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങുകയാണ്. ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോളം ആ മത്സ്യത്തിൻ്റെ ഉദരത്തിലാണ് അദ്ദേഹം കഴിച്ചു കൂട്ടിയത്. അങ്ങനെ തൻ്റെ ആ അക്ഷമയുടെ ഫലമായിട്ട് അള്ളാഹു തന്നെ പരീക്ഷണത്തിൽ അകപ്പെടുത്തിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അങ്ങനെ ആ തിമിംഗലം യൂനുസിനെ ഒരു കടൽ തീരത്തേക്ക് തുപ്പുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ വിസർജിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹത്തോട് വീണ്ടും ആ ഉപേക്ഷിച്ചു പോകുന്ന നാട്ടിലേക്ക് തന്നെ തിരികെ ചെല്ലാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതസ്തബ്ധനാക്കി. കാരണം ആ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളായി മാറിയിരുന്നു. അപ്പോൾ യൂനുസിൻ്റെ ഈ കഥയിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠം, ഒരു പ്രബോധകൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ തൻ്റെ ദൈവിക ദീനിലേക്ക്, ദൈവ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ ഒരിക്കലും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ പാടില്ല. തോന്നിയതുപോലെയൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന വരുവോളം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം അവിടെ ജനങ്ങളുടെ കൂടെയൊക്കെ വസിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ നിരതനാവുകയാണ് വേണ്ടത് എന്നൊരു ഗുണപാഠം കൂടി ഈ സൂക്തം ഉൾക്കൊള്ളുന്നുണ്ട്.